വൃദ്ധൻ 1/4 നൂറ്റാണ്ടിലേറെയായി അതേ സ്ഥലത്ത് തന്നെ ഇരുന്നാണ് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാർക്കെല്ലാം അയാളെ നന്നായിട്ടറിയാം. അവർ കൊടുക്കുന്ന ചില്ലറ നാണയങ്ങൾ കൊണ്ടാണ് അയാൾ ഇത്ര കാലവും ജീവിച്ചത്. അന്ന ദിവസം പകൽ ഏറെയായിട്ടും അയാൾക്ക് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോഴാണ് അതുവഴി ഒരാൾ കടന്നുപോയത്. വൃദ്ധൻ തന്റെ പാത്രം അയാൾക്ക് നേരെ നീട്ടി. അയാൾ ആ നാട്ടിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത്. അയാൾ പെട്ടെന്ന് പോക്കറ്റിലേക്ക് കൈയിട്ട് ഒരു നോട്ട് പുറത്തേക്ക് എടുത്തു. അതൊരല്പം വലിയ തുകയായിരുന്നു. അയാൾ വൃദ്ധനോട് പറഞ്ഞു, കുറച്ച് തുക എനിക്ക് മടക്കി തരാമെങ്കിൽ ഇത് ഞാൻ നിങ്ങൾക്ക് തരാം. വൃദ്ധൻ തന്റെ ഓട്ടപാത്രം അയാൾക്ക് നേരെ നീട്ടിയിട്ട് പറഞ്ഞു, ഇന്ന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ബാക്കിയായി എന്തെങ്കിലും തരുന്നത്? അയാൾ വിടാൻ ഭാവമില്ലായിരുന്നു. നിങ്ങൾ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പെട്ടിയിൽ നിന്ന് എടുത്തു തരൂ എന്നായി. വൃദ്ധൻ പറഞ്ഞു, എനിക്കെങ്ങനെ പെട്ടിയോ സമ്പാദ്യങ്ങളോ ഒന്നുമില്ല. അതാത് ദിവസം കിട്ടുന്ന നാണയങ്ങൾ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അയാൾ വീണ്ടും പിറകെ കൂടി, നിങ്ങൾ ഇരിക്കുന്ന പെട്ടി അത് തുറക്കൂ, അതിൽ നിന്ന് എനിക്ക് ബാക്കി എടുത്തു തരൂ. നിർബന്ധിച്ച് അയാൾ വൃദ്ധനെ കൊണ്ട് ആ പെട്ടി തുറപ്പിച്ചു. വർഷങ്ങളായി അയാൾ ഇരിക്കുന്ന ഒരു പെട്ടിയാണത്. അത് പെട്ടിയാണെന്ന് തന്നെ വൃദ്ധന് അതുവരെ അറിയാമായിരുന്നില്ല. അത് തുറന്നപ്പോഴാകട്ടെ അതിൽ പൊടിയും അഴുക്കും ഒക്കെ തന്നെയായിരുന്നു. എങ്കിലും അതിലെന്തോ ഒരു തിളക്കം. വൃദ്ധൻ മെല്ലെ ആ പൊടിയൊക്കെ മാറ്റി നോക്കി. അത് നിറയെ സ്വർണമായിരുന്നു. 1/4 നൂറ്റാണ്ട് താൻ ഭിക്ഷ അയച്ചിരുന്നത് ഈ സ്വർണത്തിന്റെ നിധിയുടെ മുകളിലായിരുന്നല്ലോ എന്ന് വൃദ്ധൻ ഒരു നിമിഷം ആലോചിച്ചായിരിക്കാം അപ്പോൾ ആഗതനെ നോക്കിയത്. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനെ? ഞാൻ ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇല്ലായ്മ അങ്ങേയറ്റം എത്തുമ്പോഴാണ് നമ്മൾ മറ്റൊരാളോട് യാചിക്കാൻ തയ്യാറാകുന്നത്. എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടെങ്കിൽ അഭിമാനം പണയം വെച്ച് അങ്ങനെ ഒരു കാര്യത്തിന് ആരും തയ്യാറാവില്ല. ഇനി അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെന്ന് കണ്ടെത്തി ആ ആളിന് മുമ്പിലേക്ക് നമ്മുടെ ഭിക്ഷാപാത്രം നീട്ടി എന്തെങ്കിലും തരണേ എന്ന് പറയാനാകുമ്പോൾ അദ്ദേഹം പറയുകയാണ്, 2 കൈയും നീട്ടി എനിക്ക് എന്തെങ്കിലും തരാനുണ്ടോ എന്നൊരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും കൊടുക്കാനുണ്ടാവുക? അങ്ങനെ ഒരു രംഗത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിലുണ്ട്. അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തയുടെ സന്ദേശത്തിലേക്ക് യാചനയും സമർപ്പണവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ സമാധാനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ഞായറാഴ്ചത്തെ നമ്മുടെ ചിന്ത രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഗീതാഞ്ജലിയിലെ 31-ാം കീർത്തനത്തെ സംബന്ധിച്ചായിരുന്നു. അതിന് വേദപുസ്തകത്തോടുള്ള, പുതിയ നിയമത്തിലെ ചില ഭാഗങ്ങളോടുള്ള, ഒരു ഭാഗത്തോടുള്ള സാധർമ്മ്യം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഇന്ന് ഗീതാഞ്ജലിയിലെ വേറൊരു കീർത്തനം നമ്മളെ ആകർഷിക്കുന്നുണ്ട്. 50-ാം കീർത്തനമാണ് ഗീതാഞ്ജലിയിലെ 50-ാമത്തെ കീർത്തനം. നമുക്ക് ഇന്നത്തെ ഈ കീർത്തനത്തെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പാഠത്തിന് നൽകാവുന്ന ഒരു തലക്കെട്ട് സമർപ്പണം സമ്പൂർണമാവട്ടെ. സമർപ്പണം സമ്പൂർണമാവട്ടെ എന്നുള്ളതാണ്. കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിക്കണം. നമ്മളുടെ വികാരങ്ങളെ, നമ്മളുടെ ചിന്തകളെ, നമ്മളുടെ താലന്തുകളെ, നമ്മളുടെ മികവുകളെ, നമ്മളുടെ കഴിവുകളെ, നമ്മളുടെ ജീവിതത്തെ സർവസ്വമായും സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിതത്തിൽ നേട്ടമുള്ളവരായി, വിജയികളായി തീരുന്നത് എന്ന പാഠം. ഗീതാഞ്ജലിയിലെ 50-ാമത്തെ കീർത്തനം, അതിൻ്റെ പരാവർത്തനം ഏതാണ്ട് ഇങ്ങനെയാണ്. ഒരു ഭിക്ഷക്കാരൻ
പാതവക്കത്ത് അന്ത്യസമയത്ത് സന്ധ്യയായപ്പോൾ നിൽക്കുകയാണ്. അയാളുടെ പൊക്കണത്തിൽ, അയാളുടെ സഞ്ചിയിൽ അന്നത്തേക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല. അയാൾക്ക് ഭാര്യ ഉണ്ടാവാം, കുഞ്ഞുങ്ങളുണ്ടാവാം. അന്ന് വൈകിട്ടത്തെ അത്താഴത്തിന് തികയുമോ? അങ്ങനെ ആലോചിച്ചാവാം ആ ഭിക്ഷ എടുക്കുന്ന തെണ്ടി ജീവിതത്തിൽ ജീവിക്കുവാൻ ശ്രമിക്കുന്ന ഒരാൾ അവിടെ നിന്നത്. ആ സന്ദർഭത്തിൽ ഒരാരവം കേട്ടു. അതാ ഒരു സുവർണത്തേരിൽ എൻ്റെ രാജാവ് വരുന്നു, അതിൻ്റെ ആരവമാണ്. സുവർണത്തേരിൽ ആരൂഢനായി എൻ്റെ രാജാവ് ഞാൻ നിൽക്കുന്ന വഴി ധാരയിലൂടെ മുമ്പോട്ട് വരികയാണ്. ഞാൻ അവിടെ നിന്നു. എൻ്റെ പ്രതീക്ഷ ചിറക് മുളച്ചു. രാജാവ് ഈ ഭിക്ഷക്കാരനായ എന്നെ കണ്ട്, എൻ്റെ വേഷം, എൻ്റെ ആകൃതി, ഇതെല്ലാം കണ്ട് മനസ്സരിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ ആവശ്യപ്പെടാതെ തന്നെ എന്നെ എല്ലാം തന്ന് നിറയ്ക്കും എന്ന് ഞാൻ സങ്കല്പിച്ചു, സ്വപ്നം കണ്ടു. രാജാവിൻ്റെ തേര് സുവർണത്തേര് അടുത്തടുത്ത് വന്നു. എന്നെ കണ്ടപ്പോൾ തേര് നിർത്തി, രഥം നിർത്തി. രാജാവ് രഥത്തിൽ നിന്നിറങ്ങി ഞാൻ നിന്നിരുന്ന എൻ്റെ അടുക്കിലേക്ക് അടുത്തു വന്ന് 2 കൈകളും വിരിച്ച് എന്നോട് ചോദിച്ചു, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? നിനക്ക് തരാൻ, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഭിക്ഷക്കാരനോട് സമ്പന്നനായ യജമാനൻ ചോദിക്കുകയാ, എനിക്ക് തരാൻ നിൻ്റെ കയ്യിൽ എന്താ ഉള്ളത് കുഞ്ഞേ? ഉടനെ തന്നെ ഞാൻ എൻ്റെ സഞ്ചി പരതി, പൊക്കണം പരതി. അതിൽ ഒരു അരിമണി തടഞ്ഞു. ഞാൻ ആ അരിമണി എടുത്തിട്ട് അത് രാജാവിൻ്റെ നിവർത്തിപ്പിടിച്ചിരിക്കുന്ന ആ കൈകളിൽ വെച്ച് കൊടുത്തു. രാജാവ് സന്തോഷത്തോടു കൂടെ അത് സ്വീകരിച്ചു. തിരിഞ്ഞ് തേരിലേക്ക് നടന്ന് തേരിൽ കയറിയിരുന്ന് അദ്ദേഹം മുമ്പോട്ട് പോവുകയായി. എനിക്ക് വല്ലാതെ നിരാശ തോന്നി. ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടോ എന്ന് ചിന്തിച്ചു. വീട്ടിൽ ചെന്നു. എൻ്റെ പൊക്കണം ഞാൻ ഒഴിവാക്കി. അതിലുള്ളതെല്ലാം ഞാൻ അവിടെ തറയിൽ നിരത്തി. അപ്പോൾ ഞാൻ കണ്ടതെന്തെന്നോ, ആ കൊച്ചു ശേഖരത്തിൻ്റെ നടുവിൽ ഒരു സുവർണ അരിമണി, ഒരു സ്വർണത്തിൻ്റെ അരിമണി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എനിക്ക് ലഭിച്ചതെല്ലാം, എനിക്കുള്ളതെല്ലാം എൻ്റെ നാഥന് നൽകുവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ, എൻ്റെ രാജാവിന് സമർപ്പിപ്പാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതൊരു ഗൗരവമായ ഒരു കണ്ടെത്തലാണ്. എൻ്റെ നാഥന് നൽകുവാൻ, സമ്പൂർണമായി എന്നെ തന്നെ നൽകുവാൻ, എനിക്കുള്ളതെല്ലാം നൽകുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തിരികെ എൻ്റെ ജീവിതത്തെ സമ്പൂർണമായും സുവർണാഭമാക്കുവാൻ, സുവർണമാക്കി തീർക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു. പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ പ്രസിദ്ധമായ ഒരു പാഠമുണ്ടല്ലോ, വിധവയുടെ ചില്ലിക്കാശ്. ഭണ്ഡാരത്തിൽ പലരും വന്ന് പണം നേർച്ചയായി നിക്ഷേപിക്കുന്നു. അപ്പോഴാണ് ഒരു വിധവ വന്ന് 2 ചില്ലിക്കാശ് ആ ഭണ്ഡാരത്തിലിട്ടത്. കർത്താവ് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാ, ഏറ്റവും പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചത് ഈ ധനവാന്മാരല്ല, ഈ വിധവയാണ്. എന്താണ് കാരണം? അവൾക്കുള്ളതെല്ലാം അവൾ ദൈവ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയായിരുന്നു. വിധവയുടെ ചില്ലിക്കാശ് നമ്മൾ എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വലിയ മാതൃകയാണ്. വിധവയുടെ മാതൃക.
അവൾക്കുള്ള സമ്പാദ്യമായിരുന്നു ആ 2 ചില്ലിക്കാശ്. അത് മുഴുവനായി ദൈവസന്നിധിയിൽ അവൾ സമർപ്പിക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ, ദൈവം തന്നതാണ് നമുക്കുള്ളതല്ല. തമ്പുരാൻ തരാത്തതൊന്നും നമുക്കില്ലല്ലോ. എല്ലാം ദൈവദത്തമാണ്. തമ്പുരാൻ തന്നതാണ്. നമ്മൾ അധ്വാനിച്ച് കാണുമായിരിക്കാം, പക്ഷെ തന്നതെല്ലാം ദൈവം നമുക്ക് തന്നതാണ്, നിറച്ചതാണ്. ലഭിച്ചതല്ലാതെ എനിക്ക് എന്തുള്ളൂ? കർത്താവ് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചതെല്ലാം ഒട്ടും മാറ്റിവെക്കാതെ, കലവറ കൂടാതെ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുമല്ലോ. കലവറയിൽ കുറച്ച് സൂക്ഷിച്ചു വെച്ചിട്ട് പ്രത്യക്ഷത്തിലുള്ളത് നൽകുക, അതിലൊരു ഭാഗം നൽകുക, അതല്ല, സമ്പൂർണമായും ദൈവത്തിന് സമർപ്പിക്കുവാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള പാഠമാണ്. നമ്മളുടെ വികാരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ മികവുകളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ സമയത്തെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ ബുദ്ധിയെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളുടെ ആരോഗ്യത്തെ ദൈവത്തിന് സമർപ്പിക്കണം. വികാരങ്ങളെ, ചിന്തകളെ, നമുക്കുള്ള സർവസ്വവും ദൈവ തിരുസന്നിധിയിൽ സമർപ്പിതമാവുമ്പോഴാണ് ജീവിതം ധന്യമായി തീരുക എന്ന വലിയ പാഠം. അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ജീവിതം മുഴുവനും നമ്മൾ നഷ്ടപ്പെടുത്തുകയോ പരാജയപ്പെടുത്തുകയോ ചെയ്യുകയായിരിക്കുകയില്ലേ എന്നും കൂടെ നമ്മൾ ചേർത്ത് ചോദിക്കണം. കുഞ്ഞുങ്ങളെ, നമ്മളുടെ സമർപ്പണം സമ്പൂർണമായോ? എന്തെല്ലാം കഴിവുകളാണ് ഓരോ കുഞ്ഞുങ്ങൾക്കുമുള്ളത്. നന്നായി ഗാനങ്ങൾ ആലപിക്കാൻ മികവുള്ള കുഞ്ഞുങ്ങൾ, നന്നായി പ്രസംഗം അവതരിപ്പിക്കുവാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങൾ, നന്നായി കവിതകൾ എഴുതാനോ ഒക്കെ കഴിവുള്ള കുഞ്ഞുങ്ങൾ, നന്നായി പഠിച്ച് ജ്ഞാനം സമ്പാദിക്കാനും പുതിയ പരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ കഴിയുന്ന കുഞ്ഞുങ്ങൾ, നന്നായി ഒരു മികവുള്ള കായിക താരമായി തീരുവാനുള്ള കഴിവുള്ള കുഞ്ഞുങ്ങൾ. അങ്ങനെ എന്തെല്ലാം മികവുകളാണ് ഓരോ കുഞ്ഞുങ്ങളിലും, നിങ്ങളിൽ ഓരോരുത്തരും അടങ്ങിയിരിക്കുന്നത്. അതൊക്കെ ദൈവത്തിന് സമർപ്പിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമാവുന്നതും വിജയകരമായി തീരുന്നതും എന്നുള്ള പാഠം. അതോ നമ്മളുടെ മികവുകളും കഴിവുകളും നമ്മളുടേതാണ്, നമുക്ക് മാത്രമുള്ളതാണ്, എൻ്റെ ആസ്വാദനത്തിനാണ്, എൻ്റെ ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കാണ് എന്ന് കരുതി മുറുകെ പിടിച്ച് നെഞ്ചോട് ചേർത്ത് പങ്കുവയ്ക്കാതെ, ദൈവകരങ്ങളിൽ സമർപ്പിക്കാതെ അങ്ങനെ പോകുമ്പോൾ ആ ജീവിതത്തിന് നിറവുണ്ടാവുകയില്ല, പൂർണ്ണതയുണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. കുഞ്ഞുങ്ങളെ, സമർപ്പണം സമ്പൂർണ്ണമാവുമ്പോൾ ജീവിതം സുവർണാഭിമായി രൂപാന്തരപ്പെടും. സുവർണമായി, നിറമുള്ളതായി, ആകർഷണീയമായി, വിജയകരമായി രൂപാന്തരപ്പെടും. സമർപ്പണം സമ്പൂർണ്ണമാകുവാൻ ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാണ്. അപ്പോസ്തോലിക പിതാക്കന്മാരെ കുറിച്ച് ചില ചെറിയ പാഠങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു തുടങ്ങിയിരുന്നു. വിശുദ്ധ ക്ലീമീസിനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഈ ആഴ്ച നമുക്ക് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസിനെ കുറിച്ചും സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പോസിനെ കുറിച്ചും പഠിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യോസ്. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിനയത്തിൻ്റെ മാതൃക പഠിപ്പിക്കുവാനായി ഒരു ശിശുവിനെ വിളിച്ച് അരികെ നിർത്തി. നിങ്ങൾ ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് പറഞ്ഞു. കർത്താവ് അരികെ വിളിച്ചു നിർത്തിയ ഈ ശിശു വിശുദ്ധ ഇഗ്നാത്യോസ് ആയിരുന്നു എന്നാണ് പാരമ്പര്യം. ഇദ്ദേഹം അന്ത്യോക്യയിലെ 3ാമത്തെ ബിഷപ്പായി തീർന്നു.
അന്ത്യോക്യയിലും സമീപ പ്രദേശത്തും ഉണ്ടായിരുന്ന ക്രിസ്തീയ സഭകൾക്ക് ധീരമായ നേതൃത്വം നൽകിയ ആളാണ് വിശുദ്ധ ഇഗ്നാത്യൂസ്. അദ്ദേഹം ബാല്യകാലത്ത് ഒരു അടിമ ആയിരുന്നുവെന്നും പിൽക്കാലത്ത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായി തീർന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. ശ്ലീഹന്മാർ തലവന്മാരായ പത്രോസുമായും പൗലോസുമായും അടുത്ത് ഇടപഴകുവാനും ഇഗ്നാത്യൂസിന് അവസരമുണ്ടായി. അക്കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹം അപ്പോസ്തോലിക പിതാക്കന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ ഇദ്ദേഹം ഇഗ്നാത്യൂസ് നൂറോണോ അഥവാ തീക്കെടുത്ത മാർ ഇഗ്നാത്യൂസ് എന്നും അറിയപ്പെടുന്നു. വിശുദ്ധ ഇഗ്നാത്യൂസിന്റെ 7 ലേഖനങ്ങൾ ക്രൈസ്തവ പാരമ്പര്യത്തിന് അദ്ദേഹം നൽകിയ വലിയ സംഭാവനകളാണ്. അവയിലെ ചില പ്രധാനപ്പെട്ട പരാമർശങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ്. 1. ക്രിസ്തുവിനെ ദൈവമെന്ന് വ്യക്തമായി പറയുന്നു. 2. സഭയുടെ പൗരോഹിത്യ ഗണത്തിന് 3 വിഭാഗങ്ങൾ എപ്പിസ്കോപ്പ, കശീഷ, ഷമ്മാശൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. 3. സഭയുടെ ഐക്യം മെത്രാപ്പോലിത്തായിൽ പ്രകാശിപ്പിക്കണം. മെത്രാപ്പോലിത്ത യേശുക്രിസ്തുവിന്റെ പ്രതീകം ആണ്. ക്രൈസ്തവ സഭ പീഡിപ്പിക്കപ്പെട്ടപ്പോഴൊക്കെ സഭയിലെ ഇടയന്മാരായിരുന്നുവല്ലോ ആദ്യ ബലിയാടുകൾ. ഇഗ്നാത്യൂസും ബന്ധനസ്ഥനായി അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ട്രേജൻ ചക്രവർത്തിയുടെ ക്രൈസ്തവ മതപീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ആ യാത്ര അവിസ്മരണീയമാണ്. പട്ടാളക്കാരുടെ അകമ്പടിയോടെ റോമിലേക്ക് ക്രൈസ്തവരായ തടവുകാരുടെ ദീർഘമായ യാത്ര റോമാ സാമ്രാജ്യത്തിലെ നിത്യസംഭവമായിരുന്നു. ഇഗ്നാത്യൂസ് തൻ്റെ യാത്രയെ മഹത്തരമായ രക്തസാക്ഷിത്വം എന്ന ചിരകാല സ്വപ്നം യാഥാർത്ഥീകരിക്കുവാനുള്ള ജൈത്ര യാത്രയായിട്ടാണ് കണ്ടത്. യാത്ര ഫിലാഡൽഫിയ, സർദീസ്, സ്മിർണ മുതലായ സ്ഥലങ്ങളിൽ കൂടിയായിരുന്നു. അവിടെയെല്ലാം വെച്ച് സഭാംഗങ്ങളെ കാണുകയും പല സഭകൾക്കും ലേഖനങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു. ഈ കത്തുകളിൽ ഏറ്റവും ശ്രദ്ധേയം റോമിലേക്ക് എഴുതിയ കത്താണ്. താൻ റോമിലേക്ക് ചെല്ലുന്നു എന്ന് റോമിലെ സഭ അറിയുമ്പോൾ തന്നെ വിടുവിക്കാൻ അവർ ശ്രമിച്ചേക്കും എന്ന് വിചാരിച്ച് തന്നെ രക്തസാക്ഷിത്വത്തിന് അനുവദിക്കണം എന്നെഴുതി. അദ്ദേഹം അതിൽ അവരോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ്. മൃഗങ്ങളുടെ പല്ലുകളാൽ ഞാൻ ഞെരിച്ചു പൊടിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ കുർബാന അപ്പമായി ഞാൻ മാറട്ടെ. സ്മിർനായിൽ തന്നെ ശുശ്രൂഷിച്ച പോളികാർപ്പസിനും അദ്ദേഹം കത്തെഴുതി. അദ്ദേഹം റോമിലെത്തി അധികം താമസിയാതെ പ്രസിദ്ധമായ ആംഫി തിയേറ്ററിൽ മൃഗങ്ങൾക്ക് ഇരയായി. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ റോമിലെ ക്രിസ്ത്യാനികൾ സൂക്ഷിച്ചു വയ്ക്കുകയും പിൽക്കാലത്ത് അത് അന്ത്യോക്യയിൽ കൊണ്ടുപോയി സംസ്കരിക്കുകയും ചെയ്തു. സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പോസ് ആദിമ സഭാ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു രക്തസാക്ഷിയായ പിതാവാണ് വിശുദ്ധ പോളികാർപ്പോസ്. സമൃദ്ധമായ ഫലങ്ങൾ എന്നാണ് പോളികാർപ്പോസ് എന്ന ഗ്രീക്ക് നാമത്തിൻ്റെ അർത്ഥം. അദ്ദേഹത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ഐറേനിയോസിൽ നിന്നാണ്. കൂടാതെ 4-ാം നൂറ്റാണ്ടിൽ പിയോനിയസ് എന്ന വ്യക്തിയിൽ എഴുതപ്പെട്ട ഒരു കൃതിയും വിശുദ്ധ പോളികാർപ്പോസിനെ കുറിച്ചുണ്ട്. റോമാ സാമ്രാജ്യത്തിലെ ഏഷ്യൻ പ്രവിശ്യയിലെ സ്മിർനായിൽ ജനിച്ചു വളർന്ന പോളികാർപ്പോസ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ ശിഷ്യനായി ചെറുപ്പത്തിലേ ചേർന്നു. തെർത്തുല്യൻ പറയുന്നത് പോളികാർപ്പോസിനെ എപ്പിസ്കോപ്പയായി പട്ടം കൊടുത്ത് സ്മിർനായിൽ തന്നെ നിയമിച്ചതും വിശുദ്ധ യോഹന്നാൻ തന്നെയാണ് എന്നാണ്. പുറജാതി മതവൈരാഗ്യങ്ങളുടെയും യഹൂദ തീവ്രവാദികളുടെയും എതിർപ്പുകളുടെ മധ്യത്തിലാണ് പോളികാർപ്പോസിന് പ്രവർത്തിക്കേണ്ടി വന്നത്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നാത്യൂസിന്റെ രക്തസാക്ഷ്യത്തിനായുള്ള യാത്രയിൽ സ്മിർനായിൽ അദ്ദേഹത്തെ സ്വീകരിച്ച് പരിചരിക്കുവാൻ പോളികാർപ്പോസിന് കഴിഞ്ഞു. പോളികാർപ്പോസ് സഭയിൽ അനുരഞ്ജനത്തിന്റെ വക്താവായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഈസ്റ്ററിന് പൗരസ്ത്യർക്കും പാശ്ചാത്യർക്കും സ്വീകാര്യമായ ഒരു തീയതി കണ്ടുപിടിക്കുവാൻ അദ്ദേഹം യത്നിച്ചത്. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ച്
എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്ന തോന്നൽവാദം എന്ന സത്യവിശ്വാസ വിരുദ്ധതയെ സ്മിർനായിലെ വിശുദ്ധ പോളികാർപ്പസ് അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ വിസ്താരവും രക്തസാക്ഷിത്വവും പ്രസിദ്ധമാണ്. ഭരണാധികാരി പറഞ്ഞു, ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നു എന്ന് ശപഥം ചെയ്താൽ നിങ്ങളെ ഞാൻ വിട്ടയക്കാം. പോളികാർപ്പസ് അതിന് ഉത്തരം കൊടുത്തത്, 86 വർഷം ഞാൻ അവനെ സേവിച്ചു. അവൻ ഇതുവരെയും എന്നോടൊന്നും അന്യായമായി പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്നെ വീണ്ടെടുത്ത ആ രാജാവിനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? പോളികാർപ്പസിനെ അഗ്നിക്കിരയാക്കുവാൻ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ടും തീ അദ്ദേഹത്തിന് ചുറ്റും കുടം പോലെ മടിച്ചു നിന്നു. അതുകൊണ്ട് ചിതയിൽ വെച്ച് അദ്ദേഹത്തെ വെട്ടിക്കൊന്നിട്ട് മൃതശരീരം ദഹിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്മിർനായിലെ ക്രിസ്ത്യാനികൾ എടുത്ത് പ്രത്യേക സ്ഥാനത്ത് സംസ്കരിച്ചു. ആണ്ടുതോറും രക്തസാക്ഷിത്വ തീയതിയിൽ അദ്ദേഹത്തിൻ്റെ അവശിഷ്ടങ്ങളുടെ അടുക്കൽ അവർ കൂടി വരികയും അദ്ദേഹത്തെയും മറ്റ് രക്തസാക്ഷികളെ സ്മരിക്കുകയും ചെയ്യുന്ന പതിവ് സ്മിർനായിൽ പണ്ടുമുതലേ ഉണ്ടായിരുന്നു എന്നാണ് പോളികാർപ്പസിൻ്റെ രക്തസാക്ഷിത്വം എന്ന രേഖയിൽ പറയുന്നത്. ഇതാണ് പരിശുദ്ധന്മാരുടെ തിരുശേഷിപ്പ് ബഹുമാനിക്കുന്നതിൻ്റെയും ഓർമ്മപ്പെരുന്നാൾ കൊണ്ടാടുന്നതിൻ്റെയും ഏറ്റവും പുരാതന ചരിത്ര തെളിവ്. പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത്. അതായത് തിരുമേനിയപ്പച്ചൻ വൈദികനായി പട്ടം കെട്ടപ്പെട്ടിട്ട് 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1974 ജനുവരി 8-നാണ് തിരുമേനിയപ്പച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചത്. തിരുവനന്തപുരത്തെ പൗരാവലി തിരുമേനിയപ്പച്ചന് വലിയ ഒരു സ്വീകരണം കൊടുത്തു. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി നേരിട്ടെത്തിയാണ് ആശംസകൾ അറിയിച്ചത്. ആ ചടങ്ങിൽ തന്നെ വിശ്വചലച്ചിത്രകാരനായ അടൂർ ഗോപാലകൃഷ്ണനെയും കവി പ്രഭാവർമ്മയും ഒക്കെ ആദരിച്ചു. ആ ചടങ്ങിന്റെ ഏതാനും ഭാഗങ്ങൾ ഈ ഞായർപ്പള്ളിക്കൂടത്തിൽ കാണിക്കുകയാണ്. വിശദമായ പ്രോഗ്രാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് കൂട്ടുകാർ കാണണം കേട്ടോ. അഭിവന്ദ്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലീത്ത പട്ടത്വ ശുശ്രൂഷയിലേക്ക് കടന്നിട്ട് 50 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ കഴിഞ്ഞ 2 ദശാബ്ദക്കാലത്തോളമായി തിരുവനന്തപുരത്തെ ഓർത്തഡോക്സ് വിശ്വാസികളുടെ ആത്മീയാചാര്യനായി അദ്ദേഹം പ്രവർത്തിച്ചു വരികയാണ്. ഇതുപോലൊരു ശ്രേഷ്ഠ വ്യക്തിത്വം നമ്മുടെ ഇടയിലുണ്ട് എന്നത് ഈ നാടിൻ്റെ സൗഭാഗ്യമാണ്. തിരുമേനിയെ ആദരിക്കാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഗുരുജനങ്ങളെ, സത്യം പറയട്ടെ, ആദ്യമായാണ് ഒരാദരവിന് ഞാൻ ഇരുന്നു കൊടുക്കുന്നത്. എൻ്റെ സഭയുടെ അന്തരീക്ഷത്തിലും മറ്റു പ്രവർത്തന മേഖലകളിലും നിർണായകമായ പല മുഹൂർത്തങ്ങളിൽ ഒരു ആദരവ്, ഒരു അവാർഡ് ഒക്കെ സമ്മാനിക്കാൻ കുറച്ച് സ്നേഹിതരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ജന്മദിനം പോലും ജന്മദിനം എനിക്കില്ല എന്നാണ് പറയാറുള്ളത്. പക്ഷേ ഇതിനെന്തുകൊണ്ടോ ഞാനങ്ങ് വഴങ്ങി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഫസ്റ്റ് ബർത്ത്ഡേ ഈ ആഴ്ചയും ഇന്നും ഒക്കെയായി 1ാമത് ജന്മദിനം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ആശംസാ പരിപാടിയാണിത്. നമുക്ക് നോക്കാം ഈ ആഴ്ച ആർക്കെങ്കിലും 1ാമത്തെ ജന്മദിനമുണ്ടോ. റൂഹാൻ സി റോയ്, മാവേലിക്കരയിൽ നിന്ന് ശ്രീമാൻ CR റോയിയുടെയും ശ്രീമതി ലിൻസി റോയിയുടെയും മകനാണ്. ജൂലൈ 21 ഇന്നാണ് ആ 1ാം ജന്മദിനം. ഞായർപ്പള്ളിക്കൂടത്തിന്റെ എല്ലാ ജന്മദിന ആശംസകളും അറിയിക്കുന്നു. ഒപ്പം
തിരുവേനിയപ്പച്ചന്റെ ഒരു ജന്മദിനാശംസ നിങ്ങളെ തേടി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. ഒന്നുകിൽ എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉടനെ എത്തും. എല്ലാവിധ ആശംസകളും നേരുന്നു. റൂഹാൻ അവിടുത്തെ ഇളയ കുട്ടിയാണ്, മൂത്ത ഒരാൾ കൂടെ ഉണ്ട്, റോയൽ സീറോയിൽ. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. എല്ലാ കൂട്ടുകാരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുഞ്ഞനിയന്മാരും കുഞ്ഞനിയത്തിമാരും ആദ്യത്തെ ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോയും വിശദമായ വിവരങ്ങളും ഒക്കെ അറിയിക്കുക. ഒപ്പം തിരുവനയപ്പച്ചന് നിങ്ങൾക്കൊരു സന്ദേശം അയക്കാനുള്ള പോസ്റ്റൽ അഡ്രസ്സും പൂർണ്ണമായി അയക്കുക. പ്രിയമുള്ള കൂട്ടുകാരെ, ഞായർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713 എന്ന ഫോൺ പുറത്തു വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.